ഹായ് ഹലോ അസ്സലാമു അലൈക്കും. ന്യൂഹ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പം എന്തൊക്കെയുണ്ട് എല്ലാവരെയും വിശേഷങ്ങൾ? സുഖമല്ലേ? അൽഹംദുലില്ലാ ഞങ്ങൾക്കും സുഖമാണ്. അപ്പം ഇന്നത്തെ വീഡിയോ നമ്മൾ മലപ്പുറത്തെ വീട് അതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. ഇതാണ് എൻ്റെ വീട്. അപ്പം ഈ വീടിൻ്റെ ഒരു ചെറിയൊരു ഹോം ടൂറാണ് കേട്ടോ കാണിക്കണത്. അപ്പം മുറ്റത്ത് കണ്ടോ ഒരു തൈ നിൽക്കണത് നമ്മളെ ഈത്തപ്പഴം തിന്നിട്ടിട്ട് അവിടെ കിളിച്ചതാട്ടോ. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോ സിറ്റ് ഔട്ടാണിത്. ഇവിടുന്ന് അങ്ങോട്ട് തുടങ്ങാം കേട്ടോ. അപ്പോൾ സിറ്റ് ഔട്ട് ചെറിയൊരു സിറ്റ് ഔട്ടാണ്. സിറ്റ് ഔട്ടിൽ ഇങ്ങനെ ഒരു അറബെയ്തിയ ഒരു സംഭവമുണ്ട്. പിന്നെ 2 കസേര 2 ഭാഗത്തും ആക്കി ഇട്ടിക്കണ്. പിന്നെ ഇതാണ് നമ്മളെ ഡോറ്. അങ്ങനെ ഈ ഡോറ് തുറന്ന് ഇങ്ങോട്ട് കയറിയ കാണിച്ചു തരാം. ഇതാണ് നമ്മളെ വീടിൻ്റെ വലിയൊരു ഹാളാണ് കേട്ടോ. ഈ ഹാളിൻ്റെ 2 സൈഡിലുമായിട്ട് ഈ ഭാഗത്തും ഇങ്ങേ ഭാഗത്തുമായിട്ട് ഓരോ സോഫ. ഇത് കോർണർ സോഫയുണ്ട്, മറ്റേ സോഫയുണ്ട്. പക്ഷേ നമ്മളെ ഈ ഹാള് പല രീതിയിലായതുകൊണ്ട് കോർണർ സോഫ ശരിക്കും ഇടാൻ പറ്റൂല കേട്ടോ. അപ്പം അവിടെ ഇവിടെയൊക്കെ ആക്കിങ്ങാണ്ട് അങ്ങനെ നമ്മൾ തന്നെ പിന്നെ സെറ്റ് ചെയ്തതാണ്. പിന്നെ ഇതിനോട് ചേർന്ന് ഇവിടെ ഒരു റൂമുണ്ട്. ആ റൂമിൽ നമ്മളെ എല്ലാ സംഭവങ്ങളും ആ റൂമിലാണ്. പിന്നെ ഇവിടെ ഒരു റൂമും. അപ്പം ഈ റൂമിൽ ആൾ കിടക്കാനും നല്ല റൂമാക്കിയിട്ടിരിക്കുകയാണ്. പക്ഷേ ഫസ്റ്റ് കാണിച്ചെന്ന റൂമിൽ നമ്മൾ പിന്നെ ഇൻവേർട്ടറും അതും ഇതൊക്കെ വാടകയ്ക്കും കൊടുക്കുന്നുണ്ട്. അതിൻ്റെ വയറുകളും അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാട്ടോ. പിന്നെ ഇവിടെ ഈ കാണുന്നത് ഒരു റൂമുക്കും കിച്ചണിക്ക് പോണ അതുമാണ്. പിന്നെ ഇവിടെ നമ്മളെ ഡൈനിങ് ടേബിളാണ് കേട്ടോ. ഈ ടേബിളിൽ അതേപോലെ നമ്മൾ ഭക്ഷണം കഴിക്കാനൊന്നും തീരുമ വന്നിരിക്കലില്ല കേട്ടോ. അപ്പോൾ ഇതാ ഇവിടെ ആങ്ങളക്ക് 2 മക്കളാണ്. 2 പെൺകുട്ടികളാണ്. മൂത്തവളെ കെട്ടിച്ച് ഒരു ചെറിയ കുട്ടിയുണ്ട് കേട്ടോ. ഞങ്ങൾക്ക് പേരക്കുട്ടികൾക്കൊന്നും ആൺകുട്ടികളില്ല. പേരക്കുട്ടിക്കൊരു കുട്ടി ഉണ്ടായതാണ് ആൺകുട്ടി കേട്ടോ. അപ്പം ഇത് നമ്മളെ ആങ്ങളുടെ ചെറിയ മോളെ അത്യാവശ്യമൊക്കെ പഠിച്ചു, മദ്രസയിലായാലും സ്കൂളിലായാലും. അപ്പോൾ അവിടെ നിന്നൊക്കെ കിട്ടിയ മൊമെൻറ്റോകളും ഒക്കെയാണ്. ഇതാണ് നമ്മളെ കൊച്ചുമോൻ കേട്ടോ. അങ്ങനെ പ്രസവിച്ച് അതിൻ്റെയും ഇവിടെ കുറേ ഫോട്ടോസുകളുണ്ട്. നമ്മളെ ഭിത്തിയലമാര ശരിയാക്കിയിട്ടില്ല. അത് നമ്മളുണ്ടല്ലോ ഇങ്ങനെ പാല് കാച്ചൊക്കെ നടക്കുന്ന സമയത്തും അറിയാലോ നമുക്കത് പിന്നെ ശരിയാക്കാം. ആ ശരിയാക്കാൻ ഇപ്പോഴും അത് ശരിയാക്കിയിട്ടില്ല കേട്ടോ. അതങ്ങനെ തന്നെ കിടക്കുകയാണ്. പിന്നെ അതിൻ്റെ ബാക്കിലൊക്കെ സാധനങ്ങളുണ്ട്. ഇനി നമ്മൾ ഇവിടെ ഭിത്തിയലമാര വെച്ചാലേ അതൊക്കെ കാണാൻ പറ്റുള്ളൂ. അവിടെ അതുപോലെ കല്യാണ ഫോട്ടോകളും ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടെ നമ്മൾ അങ്ങോട്ട് ഇത് കുട്ടികളൊന്നും പോയിരിക്കൂല. ഈ ഡൈനിങ് ടേബിൾ അതിമൊക്കെ നീക്കിയിട്ട് കൊണ്ട് അവിടേക്ക് പോകൂല. അവിടെ നമ്മൾ ആരെങ്കിലും വന്നാൽ മാത്രമേ ഉള്ളൂ ഭക്ഷണം കഴിക്കാനൊക്കെ ഇരിക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത് പൂട്ടിയിട്ട റൂം. കാരണം അത് പൂട്ടിയിട്ടൊന്നുമല്ല കേട്ടോ. റൂം നല്ല അടിപൊളി റൂം തന്നെയാണ്. പക്ഷേ അതിൻ്റെ അകത്താണ് ഞാൻ പറഞ്ഞില്ലേ നമ്മൾക്ക് വാടകയ്ക്ക് കൊടുക്കുന്ന സാധനങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിലാണ്. ബൾബുകൾ അങ്ങനെയൊക്കെ ഉള്ളതായതുകൊണ്ട് അതങ്ങനെ ഉപയോഗിച്ചിട്ടില്ല. പിന്നെ ഇത് നമ്മളെ ബാത്റൂമാണ് കേട്ടോ. ഹാളിൽ ബാത്റൂം. അപ്പം അവിടുന്ന് നമുക്ക് നേരെ ഈ റൂമിലേക്ക് പോകാം. ഈ റൂം കാണാം ആദ്യം കേട്ടോ. ഇത് നമുക്ക് ഫസ്റ്റത്തെ ഒരു റൂമാണ്. 3 റൂമാണ് നമ്മളെ വീടിന്. ഇതാണ് നമ്മൾ ആദ്യത്തെ റൂം ഞാൻ കാണിച്ചെന്നല്ലേ, നമ്മളതിൽ അങ്ങനെ ഉപയോഗിച്ചലില്ല എന്നെങ്ങാണ്ട്. ഇതാണ് 2ാമത്തെ റൂം. ഈ റൂമിൽ പിന്നെ എല്ലാം ഉണ്ട്. ഒരു കൂളറ്, പിന്നെ ചെറിയ മോക്ക് പഠിച്ചാനുള്ള പിന്നെ ഒരു സ്റ്റഡി ടേബിൾ ഉണ്ട്. പിന്നെ ഇവിടെ തന്നെ ഈ റൂമിൽ ബാത്റൂം ഉണ്ട് കേട്ടോ. അങ്ങനെ ഈ റൂം അതാണ്. പിന്നെ ഇതിൽ തന്നെയാണ് നമ്മൾ അയൺ ചെയ്യാനുള്ള അയൺ ടേബിളും ഇതിൻ്റെ അകത്ത് തന്നെ എടുക്കണേ. ഈ പിന്നെ ടേബിളിൽ അതേപോലെ നമ്മളത് ആയിട്ടൊന്നും വെക്കാൻ പറ്റില്ല. മോള് 10ാം ക്ലാസ്സിലാണ്. അപ്പോൾ അത്യാവശ്യം ബുക്കുകളും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഒക്കെ തന്നെ ഉണ്ടാവും ഇഷ്ടം പോലെ വെക്കാൻ. അപ്പോൾ അവിടെ അതാണ് കേട്ടോ. പിന്നെ നമുക്ക് ഈ ഭാഗത്ത് ഈ സ്റ്റെയർകേസിൻ്റെ ഈ ഭാഗം നമുക്ക് കുറച്ച് സ്ഥലമുണ്ട്. അവിടെ ഒരു പിന്നെ കമ്പ്യൂട്ടറും അതിനുള്ള സംഭവങ്ങളും ഒക്കെ വെച്ചിട്ടാണ് ഇവിടെ ഒരു മേശമ്മേ. അവിടെ ഒരു സോഫ ഇട്ടിക്കണം കേട്ടോ. ഇവിടെയാണ് നമ്മളെ പിന്നെ വാഷ് ബേസ് വെച്ചിരിക്കണത്. അപ്പം ഇതിന് ഈ അടപ്പും കാര്യങ്ങളൊക്കെ എല്ലാം തന്നെയാണ് ഇങ്ങനെ
കബോർഡുകളൊക്കെ ഉള്ളത് തന്നെയാണ്. അപ്പോൾ അതിന് ആവശ്യമുള്ള സാധനങ്ങൾ തന്നെ വെച്ചിട്ടുള്ളൂ കേട്ടോ. നമ്മൾ കൈ തുടക്കണ പിന്നെ ടവലുകളും കൈ കഴുകാനുള്ള സംഗതികളും ഒക്കെ വെച്ചിട്ടാണ് കേട്ടോ. വേറെ ഒന്നും അവിടെ ഇല്ല. പിന്നെ ഇതിൻ്റെ അടിയിൽ നമ്മളെ ഇൻവേർട്ടറിൻ്റെ സംഭവങ്ങളൊക്കെ ഇവിടെയാണ് വെച്ചിരിക്കണത്. പിന്നെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ റൂം കാണാം. ഇതൊരു റൂമാണ്. ഈ റൂമിലാണ് ഞങ്ങൾ വിരുന്ന് ചെല്ലണോലും എല്ലാവർക്കും ഒരു ഒഴിഞ്ഞ റൂമാണ് ഈ റൂം കേട്ടോ. ഇതിൽ ഞങ്ങൾ കട്ടിൽമ കിടക്കാനും മാത്രമല്ല ആളെന്ന് വെച്ചെങ്കിൽ ഞങ്ങൾ ഈ കടക്കൊക്കെ വലിച്ചപ്പോൾ പിന്നെ തറയിലിട്ടുങ്ങാണ്ട് കുറേ ആൾ അയിമയും കുറേ ആൾ തറയിലൊക്കെ കിടക്കും. ഈ റൂമിലാണ് ഞങ്ങൾ ചെന്ന ഞങ്ങളെ യുദ്ധങ്ങളൊക്കെ അതിലാണ്ട് നടക്കൽ. മക്കളും കൊച്ചു മക്കളെ മക്കളും ഒക്കെ പാടെ കൂടിങ്ങാണ്ട് അതിൻ്റെ ഉള്ളിലായിരിക്കും കേട്ടോ. പിന്നെ നമ്മൾ ഈ ഡോറ് തുറന്നു കഴിഞ്ഞാൽ ഇതൊരു കിച്ചണാണ്. കിച്ചണ് പറഞ്ഞാൽ ഇത് നമ്മൾ അടുക്കളയൊന്നും ഇല്ലാതെ ഇതിൽ ഫ്രിഡ്ജ് പിന്നെ കറണ്ട് അടുപ്പ് TV ഒക്കെ ഞങ്ങൾ ഇവിടെ വെച്ചിരിക്കണം കേട്ടോ. ഇവിടെ ഒരു പഴയൊരു മേശുണ്ട്. പിന്നെ ഇതേപോലെ ഞാനൊരു വീഡിയോയിൽ കാണിച്ചു തന്നീനല്ലോ കമ്മലുണ്ടാക്കണേ, ആ കമ്മലിൻ്റെ ആണി അതുപോലെ ചെയ്യാൻ വേണ്ടിയാണ്ട് നിരത്തി വെച്ച സംഗതികളാണ് അത് കേട്ടോ. അപ്പം അത് നിരത്തിയതിനെ തൊടാൻ പാടില്ല. അപ്പം ഇവിടെ നമുക്ക് ഇങ്ങനെ ഒരു തിണ്ണുണ്ടായതുകൊണ്ട് അതിന്മേണ് അങ്ങനെയുള്ള സംഗതികളൊക്കെ വെക്കൽ. പിന്നെ നമ്മൾ ആര് ചെന്നാലും പുറത്തില്ലോലല്ലാത്തോല് നമ്മളെ വീട്ടിൽ ഇല്ലോലൊക്കെ പാടെ കൂടി ഭക്ഷണം കഴിക്കുക ഈ ഒരു മേശമ്മ കേട്ടോ. ഇതുമ്മേ അങ്ങോട്ട് വട്ടത്തിലിരിക്കും, വർത്താനം പറഞ്ഞ് TV കണ്ടൊക്കെ അങ്ങനെ ഇരിക്കുന്ന ഒരു മേശയാണ്. ഇവിടെയാണ് ഞങ്ങൾ ഇരിക്കല്. അപ്പം അതാണ് ആണി കേട്ടോ. പിന്നെ നമ്മളെ കറണ്ട് അടുപ്പ് ഇവിടെയാണ് വെച്ചിരിക്കണത്, ഈ ഇതുമ്മയാണ് വെച്ചിരിക്കണത്. പിന്നെ നമ്മളൊരു ഓവൺ ഉണ്ട്, അതും ഇതിലാണ് ഓവന് ഇവിടെയാണ് വെച്ചിരിക്കണത്. പിന്നെ നമുക്കൊരു തയ്യൽ മെഷീൻ അവിടെ ഉണ്ട് കേട്ടോ. ഇപ്പം അനിയത്തിയാണ് അതിമേ അടിച്ചത്. പക്ഷെ അനിയത്തിക്ക് ഭയങ്കര മടിയൊക്കെയാണ്, എന്നാലും അവനാൻ്റെ ഒക്കെ അടിച്ച അങ്ങനെ. ഫ്രിഡ്ജും ഇതാ തന്നെയാണ്, പഴയ വീട്ടിലുണ്ടായിരുന്ന ഫ്രിഡ്ജാണ്. അപ്പോൾ ആ ഫ്രിഡ്ജാണ് ഇപ്പോൾ ഇവിടെയും വെച്ചിരിക്കണത്. ഇവിടേക്കായിട്ട് നമ്മൾ പുതിയത് വാങ്ങിയിട്ടൊന്നും ഉണ്ടായില്ല കേട്ടോ. പിന്നെ ഇതാ അടുക്കളനോട് ചേർന്ന് നമുക്കൊരു പിന്നെ സ്റ്റോർ റൂമുണ്ട്. ഈ സ്റ്റോർ റൂമിൽ ഇത് നല്ല ഉപകാരമാണ്. ഇപ്പം ആരും അങ്ങനെ സ്റ്റോർ റൂമൊന്നും ഉണ്ടാക്കലില്ലല്ലോ. പക്ഷേ ഇതൊരു ഉപകാരമാണ്. ഇതിൽ എന്തെല്ലാം സാധനങ്ങളാണ്. അവിടെ ഉള്ളവർക്കാണെങ്കിൽ പണി കാണുന്ന പാത്രം മുഴുവൻ വാങ്ങി വെക്കുക കേട്ടോ. അപ്പം അങ്ങനെ ഇഷ്ടം പോലെ പാത്രങ്ങളുണ്ട്. പിന്നെ ഇഷ്ടം പോലെ ഉണ്ട് പറഞ്ഞാൽ ഇഷ്ടം പോലെ പാത്രങ്ങളാണ്. അപ്പം അതൊക്കെ പാടെ അടുക്കി പെറുക്കി വെക്കാനൊക്കെ. ഇവിടെ നമ്മളെ ഗ്യാസ് അടുപ്പൊക്കെ ഇവിടെയാണ്. പിന്നെ സിങ്കും ഒക്കെ ഇവിടെയാണ്. ഇനി ഇവിടെ നമുക്കൊരു ചിമ്മിനി ഉണ്ട്. ഈ ചിമ്മിനിയിൽ ഇവിടെയൊക്കെ പിന്നെ ഗ്യാസിന് മാത്രമല്ല, ഇവിടെ നമ്മൾ അടുപ്പിലും തീ കത്തിക്കൂട്ടോ. വിറകിനൊന്നും യാതൊരു പഞ്ചവുമില്ല, ഇഷ്ടം പോലെ കിട്ടും. നമ്മളെ തൊടുവൊന്നും കിട്ടും, പുറത്തുനിന്നും കിട്ടും, അങ്ങനെയാണ് കേട്ടോ. വിറകിനൊന്നും യാതൊരു ക്ഷാമവുമില്ല. പിന്നെ ഇവിടെ ഞാൻ പറഞ്ഞില്ലേ, ഇത് ഷോക്കേസുകളൊന്നും ശരിയാക്കാത്തതുകൊണ്ടേ ഇതിങ്ങനെ വെച്ചിരിക്കുകയാണ്. കുട്ടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് എടുക്കുകയൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ ഇൻഷാ അല്ലാഹ് ശരിയാക്കണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിരിക്കും. ശരിയാക്കലൊന്നും നടന്നിട്ടില്ല ഇതുവരെ. പിന്നെ അടുക്കള ഞാൻ ഇവിടെ ഇങ്ങനെ തുറന്നു കഴിഞ്ഞാൽ അടുക്കളൻ്റെ കഥകാണിത്, പുറത്തേക്കില്ലേ. ഇത് തുറന്നാൽ നമുക്ക് മിറ്റാണ്. ഇത് കണ്ടോ. ഇനി ഇവിടുന്ന് നേരെ മേലേക്ക് നമ്മളെ പഴയ വീടുണ്ട് കേട്ടോ. ഇതിലങ്ങനെ അങ്ങോട്ടല്ല, അത് നമ്മൾ വന്ന വഴിയാണ്. പിന്നെ ഞാൻ ഈ അടുപ്പൊന്നും കൂടി കാണിച്ചു തരാം. ഇതെന്തിനാണ് കാണിച്ചു തരുന്നതെന്ന് ചോദിച്ചാൽ, നമ്മളിവിടെ കൊല്ലത്ത് ഇങ്ങനത്തെ കുഴിയില്ല അടുപ്പുണ്ടാവില്ലല്ലോ. ഞാൻ കണ്ടതൊക്കെ കുഴിയില്ലാത്ത അടുപ്പാണ്. ഈ കല്ല് നമ്മൾ ഈ പാത്രം വെക്കണ അതുവരെ ഉണ്ടാവുള്ളൂ. ബാക്കിയുള്ള ഭാഗം നമ്മളിങ്ങനെ വെറുതെ തറയിൽ വെക്കുകയാണ്. ഇവിടെ അങ്ങനെയല്ല, കുഴി ഉണ്ടാവും. ആ കുഴിയിലാണ് വിറക് വെക്കുക. അപ്പോൾ അതുകൊണ്ട് മേലിൽ നമുക്ക് ഒന്നും സംഭവിച്ചില്ല. അപ്പോൾ ഇങ്ങനെയാണ് ഇവിടെ രണ്ടടുപ്പാണ്. ഇപ്പോൾ ഈ ഭാഗത്ത് കാണിച്ചിന് വലത് ഭാഗത്ത് കാണിച്ചു തരുന്നതിൽ വലിയ കലങ്ങൾ വെക്കാം, മറ്റേൽ ചെറുതും വെക്കാം. ഞങ്ങൾ ഈ കൂടുതലും ഈ വലത് ഭാഗത്തിലെ അടുപ്പാണ് കൂടുതലും ഉപയോഗിക്കാറ് കേട്ടോ. അപ്പം അങ്ങനെ. ഇപ്പം നമുക്ക് ഇനി അവിടുന്ന് തിരിച്ച് പോന്നിട്ട് നമുക്ക് മേലെ നിന്ന് കാണിച്ചു തരാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ കോണിങ്ങനെ കയറി വരുന്നതിൻ്റെ ഇവിടെ ഇതെന്താന്ന് ചോദിച്ചാൽ, ഉമ്മ ഓതുമ്പോഴേ കണ്ടോ, ഇരുന്ന് ഓതുകയാണെന്നുണ്ടെങ്കിൽ കസേരയിൽ ഇരുന്ന് ഓതുകയാണെന്നുണ്ടെങ്കിൽ അത് മടിയിൽ മുസാഫ് വെച്ച് ചിലപ്പോൾ അങ്ങനെ തന്നെ ഇരുന്ന് ഉറങ്ങും.
ചിലപ്പോൾ അങ്ങനെ വെച്ച് ഇങ്ങനെ നിൽക്കണ കാണുമ്പോൾ ഒരു പ്രാവശ്യം ആങ്ങളെ ലീവിൽ വന്നപ്പോൾ അമ്മ ഇങ്ങനെ വെച്ചിരുന്ന് ഓതുന്ന കണ്ടപ്പോൾ ഇവൻ വേഗം പോയിങ്ങാണ്ട് വാങ്ങി കൊടുന്ന് കൊടുത്തതാട്ടോ. അപ്പം എന്താ വെച്ചാൽ കസേരയിൽ നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ വയറ് പറയുമ്പോൾ വെന്ത് വെക്കണ പോലെ വെച്ചിങ്ങാണ്ട് ഓതാട്ടോ. അപ്പം അങ്ങനെ കൊടുന്ന് വെച്ചാണ്. ഈ മൂലക്ക് ഇരിക്കണ നമ്മളെ അടക്കയാണ് കേട്ടോ, ഉണക്കി വെച്ചതാണ്. അപ്പം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ടെറസിൻ്റെ മേലെ നമ്മൾ കയറണ അവിടേക്കില്ല ഡോറാണ് കേട്ടോ. അത് നമുക്ക് തുറക്കാം. ഇതിവിടെ നിന്ന് ഇതിൻ്റെ മേളിൽ നിന്ന് കഴിഞ്ഞാൽ ഭയങ്കര നല്ല വ്യൂ ആണ് കേട്ടോ, എല്ലായിടത്തും കാണും. അപ്പം ഇനി നമുക്ക് ഇവിടെ നിന്നാൽ നമ്മളെ പഴയ വീടിൻ്റെ കുറച്ച് സ്ഥലം കാണിച്ചാൽ ഞാൻ കാണിച്ചു തരാം. അത് ഈ വീടിൻ്റെ കുറച്ച് മേലെയാണ് കേട്ടോ. ഈ ഇപ്പം അതാ നിൽക്കണ ആ പച്ച പെയിൻ്റ് അടിച്ച് കാണുന്നതാണ് ഞങ്ങളെ പഴയ വീട്. അവിടെ വെച്ച് തന്നെയായിരുന്നു എൻ്റെ കല്യാണമൊക്കെ ഇവിടെ വെച്ച് തന്നെയായിരുന്നു കേട്ടോ. അന്നൊക്കെ ഈ വീട്ടിലാണ് ഞങ്ങൾ. പിന്നെ ഇപ്പം നമ്മൾ ആ വീട് പൊളിച്ച് കളയണം എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ്. അപ്പം അത് ഓടിട്ട വീടേനു കേട്ടോ. അതിമത്തെ ഓടൊക്കെ ഇറക്കി വെച്ചിക്കാണ്. പിന്നെ ഇത് നിൽക്കണ ഞങ്ങൾ അടുക്കള ഭാഗത്ത് നിൽക്കണ ഈ വീട് ഉമ്മാൻ്റെ 2 അഞ്ചത്തിമാരുണ്ട്, കുട്ടികളും മക്കളും ഒന്നുമില്ലാതെ അതേപോലെ വീടാണ്. പിന്നെ ഇത് നമ്മളെ വീടിൻ്റെ നേരെ ഫ്രണ്ടിലാണ്. ഇത് ഉമ്മാൻ്റെ നേരെ അനിയത്തിൻ്റെ വീടാട്ടോ. അപ്പം ഇതിലെങ്ങനെ കാണുന്നതാണ് വഴി നമ്മളെ വീട്ടിലേക്ക് വരുന്നത്. പിന്നെ ഇതിലെങ്ങനെ സൈഡിൽ കൂടെ ഒരു വഴിയുണ്ട്, നമ്മൾ അറിയില്ലേ ഷോർട്ട് വഴി, പണ്ടത്തെ ഊടുവഴി, അങ്ങനെ ഒരു വഴിയുണ്ട് കേട്ടോ. അത് ഞാൻ കാണിച്ചു തരാം. അവിടെയാണ്. അപ്പോൾ ഇവിടെയാണ് നമ്മളെ പഴയ വീടാണ് ആ കാണുന്നത് മേലത്തത്. അത് ഞാൻ ഈ ഭാഗത്തുനിന്നും കൂടി ഒന്ന് കാണിച്ചു എന്നുള്ളൂ കേട്ടോ. അവിടെ നിന്ന് അങ്ങോട്ട് മേലേക്കൊക്കെ റബ്ബറാണ്, അങ്ങോട്ടൊക്കെ മേലേക്കൊക്കെ റബ്ബറാട്ടോ. അത് മറ്റേ ഓടൊക്കെ ഇറക്കിയിട്ട് ഇപ്പോൾ തൽക്കാലം ഷീറ്റ് ഇട്ടിച്ചിക്കാണ്. നമുക്ക് പൊളിച്ച് കളയണം. ഇപ്രാവശ്യം ആങ്ങളെ വന്നപ്പോൾ പൊളിച്ചണമെന്ന് വിചാരിച്ചതീരും, നടന്നിട്ടില്ല. ഇൻഷാ അല്ലാ അടുത്ത വരവിൽ പൊളിച്ചാന്നുള്ള രീതിയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മളെ വീടിൻ്റെ അവിടെ ചുറ്റുഭാഗത്തും ഇഷ്ടം പോലെ വീടുകളുണ്ട് കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണേ. എല്ലാവരും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ പുതിയ വീഡിയോസുമായിട്ട് ഞങ്ങൾ വീണ്ടും വരും. അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ. അസ്സലാമു അലൈക്കും.